എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവരോട് ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുന്നത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ? ഇതിന് ഇവനെ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അച്ഛന്റെ അമ്മയുടെ സ്വഭാവം എന്താണോ അതേ സ്വഭാവമായിരിക്കും മക്കൾക്കും കിട്ടുക. വെറുതെ എന്റെ അച്ഛനെയും അമ്മയും പറ്റി സംസാരിക്കല്ലേ. അവരെന്നെ നല്ല പോലെ തന്നെ പഠിപ്പിച്ചിരിക്കുന്നേ. അത് കാണാനുണ്ട്. നേരെ പോയി ആ കണ്ണാടി ചെന്ന മുഖം ഒന്ന് നോക്ക്. തൃപ്തിയായി. നിന്നെ പറ്റി എന്തെല്ലാം സ്വപ്നങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നതാടാ. ഒറ്റ നിമിഷം കൊണ്ട് അന്നം തന്ന കൊച്ചു മുതലാളിയുടെ കൈ തന്നെ നീ കടിക്കാൻ നോക്കില്ലടാ. നന്ദി കെട്ട നായെ. എനിക്കിനി നിന്നെ കാണണ്ട. കൊച്ചുമുതലാളി അവൻ ചെയ്തത് മാപ്പാക്കണം. ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. അച്ഛാ, അച്ഛനെന്തിനാ വെറുതെ അവന്റെ കാലൊക്കെ പിടിക്കാൻ പോകുന്നേ? അവൻ അതിനുള്ള അർഹതയില്ല. ഏയ്, പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണോടാ. നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുകൊടുത്ത് പോടാ. ഇറങ്ങിപ്പോ പോവാൻ. പൊക്കോളാ അച്ഛാ. ഇവിടെ കയറി പൊറുക്കാൻ വന്നോന്നല്ല. പക്ഷെ പോകുന്നതിന് മുൻപ് ചിലതിനുള്ള ഉത്തരങ്ങളായിട്ടേ പോകുന്നുള്ളൂ. എന്തുത്തരാണ് നിനക്ക് വേണ്ടത്? ആളുകളോട് നേരാമണ്ണം പെരുമാറാൻ പോലെ അറിയാത്ത നിനക്ക് ഉത്തരം വേണോ അല്ലേടാ? അച്ഛാ, ആ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. അച്ഛൻ ഇവരൊക്കെ ആരായിരുന്നോ ഇത്രയും കാലം എനിക്കും അതുപോലെ തന്നെയായിരുന്നു. അച്ഛൻ ഇവരെ എങ്ങനെയാണോ ദൈവത്തെ പോലെ കാണുന്നത്, അതുപോലെ ഞാനും ദൈവത്തെ പോലെ കണ്ട് പൂജിക്കായിരുന്നു ഇത്രയും നാൾ. എന്റെ കഷ്ടപ്പാടിനിടയിലും ഇവരുടെ ഒരു കാര്യത്തിലും ഇടപെടാതെ ഇരുന്നിട്ടില്ല. എന്ത് തന്നെ വന്നാലും എന്ത് തന്നെ സംഭവിച്ചാലും ഇയാളോടൊപ്പം ചേർന്ന് തന്നെ ഇതുവരെ നിന്നത്. എന്റെ പ്രാണൻ പോകുന്ന ഘട്ടം വന്നിട്ടും എത്ര തവണ ഇയാളെ ഞാൻ രക്ഷിച്ചതാ. ഇയാളോട് എനിക്ക് എന്തുമാത്രം മനസ്സിൽ സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയാടാ മോനെ, നിന്റെ സ്നേഹം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കൊച്ചുമുതലാളി എന്നും പറഞ്ഞ് അവനെ വിളിച്ച് സുഖിപ്പിച്ച് ഇപ്പൊ അവന്റെ നേരെ കൈപൊക്കില്ല നീ. ഇതാണ് നിന്റെ സ്നേഹം. അതെല്ലാം എനിക്കറിയാം. എന്റെ സ്നേഹം എന്ന് പറയുന്നത് ഇതാ, നോക്കിങ്ങോട്ട്. നിങ്ങൾ കാണുന്നില്ലേ ഈ പാട്? ഇത് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോ ഇയാള് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ആ ദിവസം വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായ പാടാ ഇത്. പിന്നെ ഇത് കാണുന്നില്ലേ? ഇത് ഇയാൾ റൗഡികളായിട്ട് പ്രശ്നം ഉണ്ടായപ്പോ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതാ, അന്ന് കിട്ടിയതാ. നോക്ക്, ഇനി ഇത് ഈ കാണുന്നില്ലേ? ബോസിന് അന്നൊരു ആക്സിഡന്റ് നടന്നത് ഓർമ്മയില്ലേ? അന്ന് അയാളെ രക്ഷിക്കാൻ നോക്കിയപ്പോ എനിക്ക് സംഭവിച്ച മുറിവ് അത്. അതൊക്കെ വിട്ടേക്ക്, ഇത് കാണുന്നില്ലേ? നിങ്ങളെ ചെറിയ തമ്പുരാൻ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്തപ്പോ ലക്ഷ്യമൊന്ന് തെറ്റിയിട്ട് എനിക്ക് ഒന്ന് കൊണ്ടതാ, കാണുന്നില്ലേ? ഇതൊന്നും ഞാൻ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തതൊന്നല്ല. എന്റെ കടമയായി കണ്ട് ചെയ്തതാ ഞാൻ. ഇയാൾക്ക് എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും ഞാനൊരു കാവൽക്കാരനായിട്ട് നിന്നിട്ടുള്ളൂ. ഞാൻ ഒരു സുഹൃത്തായി കണ്ട് സ്നേഹിച്ച ഒരാളേ ഉള്ളൂ. എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അതെല്ലാം ഏറ്റു പറയുന്നത് ഇയാളോടാ. ഞങ്ങൾ രണ്ടുപേരും വേറെ അമ്മമാരുടെ വയറ്റിലായിരിക്കും ജനിച്ചത്. പക്ഷെ എല്ലാം വേറെ വേറെയാണെന്നുള്ള ചിന്ത എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. ഇതൊരു വീടായിട്ടല്ല ഇത്ര നാളെ ഞാൻ കണ്ടിരുന്നേ. ഇതെനിക്ക് എന്റെ അമ്പലം തന്നെയായിരുന്നു. ഞാനിവിടെ ഒരു ജോലിക്കാരനായി എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയൊക്കെ സ്നേഹവും ബഹുമാനം കാണിച്ചുകൊണ്ടിരുന്ന എന്നോട് ഈ പുണ്യാളൻ എന്താ കാണിച്ചെന്നറിയോ? അമ്പലത്തിൽ വെച്ച് എന്റെ കൈ കൊണ്ട് കുറച്ച് പ്രസാദം കൊടുത്തു എന്ന് പറഞ്ഞ എന്റെ കരണത്തടിച്ചു ഇയാള്.
ഞാൻ ഇവിടുത്തെ പണിക്കാരനാ, നിന്റെ യോഗ്യത എന്താണെന്ന് നീ മനസ്സിലാക്കണം എന്ന് അയാൾ വായിന്ന് വന്നത്. ഓഹോ, അപ്പൊ അതിനായിരുന്നല്ലേ ഇത്രയധികം ബിൽഡപ്പ്. എല്ലാവരുടെ മുമ്പിൽ നാടകം കളിച്ച് സിമ്പതി പിടിച്ചു പറ്റാൻ പറ്റുമെന്ന് വിചാരിച്ചല്ലേ? നിന്റെ നാടകം ഇവിടെ നടക്കാൻ പോകുന്നില്ല. എന്താ നീ പറഞ്ഞ? ഇവിടെ നീ ജോലിക്കാരനായിട്ട് തോന്നിയിട്ടില്ലെന്ന്. അഹങ്കാരിയാ നീ. നീ വെറും ജോലിക്കാരൻ മാത്രമാ. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞേ. അതിനിപ്പോ എന്താണ് നിനക്ക്? നിന്റെ യോഗ്യത എന്താന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കടാ. നിർത്തടാ. യോഗ്യതയെ കുറിച്ച് ഒരുപാട് അങ്ങോട്ട് പറയല്ലേ. യോഗ്യതയെ കുറിച്ച് നിനക്ക് എന്താണ് അറിയുന്നത്? യോഗ്യത എന്ന് പറയുന്നത് ആസ്തിയെന്നും സമ്പത്തിന്നും കിട്ടുന്നതല്ല. പ്രയോഗിക്കുന്ന വാക്കിലും പ്രവൃത്തിയിലും അതുണ്ടാവണം. എന്റെ മരുമകന്റെ യോഗ്യതയെ കുറിച്ച് നീ സംസാരിക്കുന്നോ? അവനെ കുറിച്ച് നിനക്ക് എന്തറിയടാ? ഒരു മിനിറ്റ് ബ്രോ. നിങ്ങളുടെ മരുമകന്റെ യോഗ്യതയെല്ലാം തൊട്ടപ്പോ നിങ്ങൾക്ക് ദേഷ്യം വന്നല്ലേ? അവൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചില്ലേ? ചോദിക്ക്, നിങ്ങൾ തന്നെ ചോദിക്കേ. പറയട ത്രിവിക്രം, ഇന്നലെ രാത്രി നീ എസ്റ്റേറ്റിൽ നടത്തിയ കലാപരിപാടി എന്താണെന്ന് ഇവരോടും പറയുന്നേ. ഇവരും അറിയട്ടെ. എന്തേ പറയാൻ പറ്റുന്നില്ലേ? പറയാൻ നിനക്ക് മാനക്കേടാ? പറയട ത്രിവിക്രം, പറയുന്നേ. നിർത്താനാ പറഞ്ഞത്. കൊച്ചു മുതലല്ലേ എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിങ്ങനെ പറയുന്നതിലാണ് കുഴപ്പം. പിന്നെയും പിന്നെയും എന്റെ ഭ്രാന്ത് കുത്തിയിളക്കിക്കൊണ്ടിരുന്നത് ഈ നിൽക്കുന്നവൻ തന്നെയാ. അച്ഛാ, ഞാൻ അവന് വേണ്ടതൊക്കെ ചെയ്തതാ. ഇവൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്നറിയോ? ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ഒരു മിണ്ടാപ്രാണി ഞാൻ അത്രയും സ്നേഹിച്ച് എന്റെ പ്രാവിരുവ കൊന്നു കളഞ്ഞു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിച്ചാ പോരെ? എന്നെ നീ അടിച്ചോ? പാവം ആ പ്രാവ് നിന്നോട് എന്താണ് ചെയ്തത്? എനിക്ക് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത സ്വപ്നങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിരുന്നത് എന്റെ ആ സുന്ദരിയോട് മാത്രമാ. പറയടാ, എന്തിനാണ് നീ എന്റെ സുന്ദരിയെ കൊന്നു കളഞ്ഞേ? പറയടാ, എന്തിനാ പാവം മിണ്ടാപ്രാണിയെ കൊന്നു കളഞ്ഞേ? വെറും ഒരു പ്രാവിന്റെ പേരും പറഞ്ഞ് എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ മാത്രമായടാ നീ. ആ വെറും യൂസ്ലെസ് പ്രാവിനെ കൊന്നതിന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കുന്ന മാറാ. അത് നിന്റെ പ്രാവാണോ അതോ ദൈവമാണോടാ? ആ വൃത്തികെട്ട പ്രാവിന്റെ പേരും പറഞ്ഞ് എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നു. എത്രയാണ് എന്റെ വില? 100 rupees അല്ലെങ്കിൽ 500 rupees? ഇത്രയും പൈസ കൊണ്ട് അതിനെപ്പോലെ 10,000 കിട്ടും. കൊണ്ടുപോടാ. എന്താടാ, നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇനിയും നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന? എന്റെ സുന്ദരിയെ കൊന്നു കളഞ്ഞ പോലെ എന്നെയും കൊല്ലുന്ന? എന്നാ വാട കൊന്നു നോക്ക്. ഒന്നൊന്ന് ശ്രമിച്ചു നോക്ക്. വാട കൊല്ലടാ. എന്നെ ഒന്ന് കാണാനൊക്കെ. കൊച്ചു മുതലാളി കഴുത്തിന് വിടാനാ പറഞ്ഞത്. വീടില്ല അച്ഛാ. ഇവൻ ആരാന്ന് എന്റെ വിചാരം? വിടാനല്ലേ പറഞ്ഞത്? അച്ഛാ, ഇവൻ കാണിക്കുന്നത് വെറുതെ കണ്ടുകൊണ്ട് നിൽക്കാനേ. ഞാൻ പഴയ തൃശ്ശൂലല്ല. ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. തൃശ്ശൂൽ കൈയെടുക്കണം.
ദമയന്തി, പ്രായം ഇത്രയായിട്ടും ആരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ചിട്ടില്ല നീ. നിനക്കെന്താടാ പറ്റിയത്? എന്തിനാ ഇങ്ങനെ തമ്മി കടിച്ചു കയറുന്നത്? എന്താ കാര്യം? ഡാഡി, ഞാൻ നിന്നോട് ചോദിച്ചില്ല, ഞാൻ ചോദിക്കുന്നത് തൃശ്ശൂരിലോടാ. എന്താടാ കാര്യം? മുതലാളി, എന്തോ ഒരു ഭ്രാന്ത് തോന്നിട്ടും ഇയാളൊരു മിണ്ടാപ്രാണിയെ കൊന്നു കളഞ്ഞു. എന്ത് ചെയ്തിട്ട് ആ പാവത്തിന് വെറുതെ കൊന്നു കളഞ്ഞു? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. കേട്ടാ, ഡാഡിയുടെ സിമ്പതി കിട്ടാൻ വേണ്ടി ഓരോന്ന് പറയണ്ട. ത്രിവിക്രം, നിന്നോട് വായടയ്ക്കാനാ പറഞ്ഞ. ഒരെണ്ണയെ കിട്ടിയോളെന്ന് വെച്ച് കാര്യമാക്കാത്ത നീ അല്ലേ? തോന്നിവാസം കാണിച്ചോന്ന് വെച്ചാ എന്റെ കൈ നിനിയും വാങ്ങിച്ചു കൂട്ടും നീ. തെറ്റ് ചെയ്തവന് നീ തന്നെ, ക്ഷമ ചോദിക്കേണ്ടവനും നീ തന്നെ. അത് ചെയ്യാതെ അവന്റെ നേരെ നീ കൈ നോക്കുന്നു. നിന്റെ പ്രവൃത്തികളൊന്നും തന്നെ നമ്മുടെ കുടുംബത്തിനും കുടുംബത്തിന്റെ അന്തസ്സിനും ഒട്ടും ചേർന്നല്ല മോനെ. നിങ്ങള് ഒറ്റ വയറ്റിലെന്ന പോലെ ജനിച്ചതാ, ഒരു വീട്ടിൽ വളർന്നവരാ. എന്നിട്ടും അവന്റെ ഒരു ഗുണവും നിനക്ക് കിട്ടിയില്ലല്ലോ. അത് ഓർക്കുമ്പോഴൊക്കെ എന്റെ ചങ്ക് കിടന്ന് പിടയ്യ. എന്റെ ഇപ്പോഴത്തെ ഒരേ ഒരു വിഷമം, തൃശൂലിനെ പോലെ ഒരു മകനെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്താ. ഡാഡി, എന്നെ അവനെ ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. This is not comparison. This is the bloody fact. അവന്റെ ഒരു സ്വഭാവ ഗുണം നിനക്ക് കിട്ടിയിട്ടില്ല. സ്വന്തക്കാര്, ബന്ധുക്കാര്, വീട്ടുകാര്, അങ്ങനെ ഒരു ചിന്തയും നിനക്കില്ല. യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. ബേസിക് കോമൺ സെൻസ് പോലും നിനക്കില്ല. എന്തിനാ ഈ കരിങ്കല്ലിന്റെ ഹൃദയമായിട്ട് നടക്കുന്നത്? ത്രിവിക്രം, നിന്നെ എടുത്ത് താലോലിച്ചിരുന്നപ്പോഴൊക്കെ നീ എന്നെക്കാളും ഒരുപാട് ഉയർത്തി വളരണം, എന്നെക്കാളും നല്ല പേര് സമ്പാദിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചത്. പക്ഷേ ഞാനുണ്ടാക്കിയ സൽപ്പേരിലേക്ക് നീ ചെളി വാരി എറിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താണോ ഇതൊക്കെ? ഇനി എന്തൊക്കെ ചെയ്യാനാ നിന്റെ ഉദ്ദേശം? പറ മോനെ, ഇനി എന്തൊക്കെയാ നീ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്? നമ്മളോട് സമനായവനോട് പൊരുതി ജയിക്കുന്നവനെ യോദ്ധാവെന്ന് വിളിക്കും. കൈയില്ലാത്തവനെ പോയി കൊന്നുകഴിഞ്ഞാ അയോഗ്യനെന്നേ വിളിക്കൂ. എന്റെ മകൻ അയോഗ്യനായി മാറുന്നത് എനിക്കിഷ്ടമല്ല. യോഗ്യനാവാൻ നോക്ക്. തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് മനസ്സിലുറപ്പിച്ച് അവനോട് മാപ്പ് ചോദിക്കേ. ഞാൻ ഇവനോട് സോറി പറയാനോ? അതൊരിക്കലും നടക്കില്ല. ത്രിവിക്രം, തൃശൂർ, അറിഞ്ഞോ അറിയാതെയോ എന്റെ മോൻ തെറ്റ് ചെയ്തു. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പോ അവനോട് ക്ഷമിക്കുമോനെ? അയ്യോ, എന്താ ഇതൊക്കെ? മുതലാളി എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ഇപ്പൊ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചെറുതായി നിൽക്കുന്നത് കണ്ടില്ലേ? അവിടുന്ന് ക്ഷമ ചോദിച്ച് എന്നെ ചെറുതാക്കി ഇല്ലാതാക്കല്ലേ. ഞാനിക്കാരി ഇവിടെ വന്ന് പറഞ്ഞത് തന്നെ എന്റെ തെറ്റാ. ആ പ്രാവിന് അങ്ങനെ സംഭവിച്ച വെപ്രാളത്തില് എന്റെ കൊച്ചുമുതലാളി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. ഞാൻ കാരണം ഈ മനസ്സൊരുപാട് വേദനിച്ചിട്ടുണ്ടാവും. തൃശ്ശൂർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും.
നീയാ എപ്പോഴും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. തൃശൂൽ, എന്ത് പണിയാ നീ ചെയ്തത്? എന്ത് ചെയ്യാനമ്മേ? കൊച്ചുമുതലാളിയെ പ്രാവിനെ അങ്ങനെയൊക്കെ ചെയ്തത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. നീ കൊച്ചുമുതലാളിയെ തല്ലിയ കാര്യം ഒഴിച്ചാ ബാക്കി ചെയ്തതെല്ലാം ശരി തന്നെയാ. നീ എന്റെ മകനാണെന്ന് പറയുന്നതിൽ എനിക്കൊരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. അമ്മേ, കൊച്ചുമുതലാളി ചെയ്തത് എന്തായാലും തെറ്റ് തന്നെയല്ലേ? പിന്നല്ലാതെന്താ, മുതലാളിയുടെ വായിന്ന് തന്നെ അത് വീണില്ലേ? കാശിന്റെ ഹുങ്കില് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. തലയിൽ കയറ്റി വെച്ചതിന്റെ ഫലമായി കാണിക്കുന്നതൊക്കെ. എത്ര കാശുണ്ടായാലും മനസ്സ് മനുഷ്യന്റെ തന്നെയല്ലേ? ആരായാലും മനുഷ്യനാണെങ്കിൽ കുറച്ച് മനുഷ്യത്വം വേണ്ടേ? ഉണ്ടാവണം മോനെ. മനുഷ്യത്വം എന്ന ഗുണത്തെ അഹങ്കാരം എന്ന ശത്രു നശിപ്പിച്ചില്ലാതാക്കും. മനുഷ്യർക്ക് ഞാനെന്ന ഭാവം മാറി നമ്മളെന്ന ചിന്ത വരുമ്പോഴാ എല്ലാത്തിനും ഉത്തരം ലഭിക്കുക. അവൻ ആരുടെ വാക്കും കേൾക്കില്ല. പക്ഷെ കൊച്ചുമുതലാളി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആയിരിക്കാം, പക്ഷെ ആർക്കറിയാം? മനുഷ്യന്റെ തനി സ്വഭാവം മനസ്സിലാവണമെങ്കിലേ അവൻ ദേഷ്യപ്പെടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ കേൾക്കണം. തൃശൂൽ, എത്ര നല്ല മനസ്സാണ് നിന്റേത്. ഒരു പുൽനാമ്പിന് മുറിവേറ്റാ പോലും നിനക്കത് സഹിക്കാൻ പറ്റില്ല. തെറ്റാര് ചെയ്താലും അത് തെറ്റാണെന്ന് പറഞ്ഞ് പ്രതികരിക്കാനുള്ള ധൈര്യം നിനക്കുണ്ട്. നോക്കമ്മേ, എനിക്ക് ഗുണങ്ങളൊക്കെ കിട്ടിയത് ഇവിടെ നിന്നല്ലേ? എന്നെ വളർത്തിയ രീതി, പഠിപ്പിച്ച സംസ്കാരം, അതുകൊണ്ടല്ല ഞാനിങ്ങനെ ആയത്. തൃശൂൽ, നീ ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. ഒരിക്കലും മാറരുത്. ഇതൊന്നും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തിയ. എന്ത് തീരുമാനോ മോനെ? ഇനി മേലിൽ ഒരു കാരണവശാലും ആ വീട്ടിൽ ഞാൻ കാലെടുത്ത് കുത്തില്ല. ഭക്ഷണവും സമ്പാദ്യമൊക്കെ ഞാൻ ഇനി സ്വയം തന്നെ ഉണ്ടാക്കാൻ പോവാ. ഇതാ ഇത്രയും കാലം അമ്മ ആഗ്രഹിച്ചത്. സ്വന്തം ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് പറഞ്ഞല്ലോ നീ. ഈ ധൈര്യം മതി നിന്നെ ഒരുപാട് ഒരുപാട് ഉയരത്തിലെത്തിക്കും. അത് തൃശൂൽ, ഒരു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഒരു ചെറ്റക്കുടിലായാലും കുഴപ്പമില്ല, എവിടെയായാലും സമാധാനത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. ഇതെന്റെ ഉറപ്പാണമ്മേ. ഞാൻ എന്റെ സ്വന്തം കാലിൽ നിന്ന് കാണിക്കും. നിങ്ങൾ രണ്ടുപേരും മാത്രം മതി. തൃശൂൽ, നീ ഇന്ന് എന്റെ ദേഹത്ത് കൈവച്ചല്ലേ? നിനക്ക് അത്രയധികം ധൈര്യം ഉണ്ടായി? എന്റെ കാൽ ചൂട്ടി കിടന്നവനാ? ഡാഡി വരെ അവന് സപ്പോർട്ട് ചെയ്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എല്ലാവരുടെ മുമ്പിൽ വെച്ച്, ആ ജോലിക്കാരുടെ മുമ്പിൽ വരെ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തു. അവൻ നല്ലവനും ഞാൻ മോശക്കാരനും ആയില്ല. അപ്പോ അവനിലുള്ള ഗുണം എന്നിലില്ലാന്ന്. അവനെവിടെ, ഞാനെവിടെ? എന്നിട്ട് അവനെ വെച്ച് കമ്പയർ ചെയ്തിരിക്കുന്നു. എത്രയ്ക്കായാലും തൃശ്ശൂർ അയാളുടെ മകനല്ലേ? അങ്ങനല്ലേ വരുള്ളൂ. ബ്ലഡ് റിലേഷൻ അല്ലേ? ഈ ലോകത്തിന് മുമ്പിൽ ഞാനാണ് അയാളുടെ മകനെങ്കിലും ശരിക്കുള്ള സത്യം